2025 ഏപ്രിൽ 15 ലോകത്തെ നടുക്കിയ ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തിൻ്റെ 113-ാം വാർഷികം. സാങ്കേതിക തികവ് കൊണ്ടും ആഡംബര പ്രൗഢി കൊണ്ടും ഓളപ്പരപ്പിലെ രാജാവായിരുന്നു ടൈറ്റാനിക്. മനുഷ്യൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ അസൂയാവഹമായ ഉദാഹരണം RMS ടൈറ്റാനിക്. 3500-ലധികം യാത്രക്കാരെ വഹിക്കാൻ കഴിവുള്ള ഈ ആഡംബര കപ്പലിന് 100 അടിയിലേറെ നീളമുണ്ടായിരുന്നു. അക്കാലത്ത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന കപ്പൽ എന്ന ഖ്യാതിയും RMS ടൈറ്റാനിക്കിനായിരുന്നു. ഏകദേശം 22 നോട്ടിക്കൽ മൈൽ വേഗം, അതായത് മണിക്കൂറിൽ 43 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാകും എന്ന് സാരം. 1912 ഏപ്രിൽ 10 UK സതാംപ്ടണിൽ നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു ആദ്യ യാത്ര. 2223 യാത്രക്കാരായിരുന്നു കപ്പൽ ക്രൂ അടക്കം ആ യാത്രയിൽ കപ്പലിലുണ്ടായിരുന്നത്. ഏറെ പ്രഗത്ഭനും പരിചയസമ്പന്നനുമായ എഡ്വേർഡ് സ്മിത്ത് ആയിരുന്നു ടൈറ്റാനിക്കിൻ്റെ ക്യാപ്റ്റൻ. യാത്ര തുടങ്ങി 4-ാം നാൾ, അതായത് 1912 ഏപ്രിൽ 14 അർദ്ധരാത്രി, കപ്പലിനെതിരെ രൂപം കൊണ്ട ഒരു പടുകൂറ്റൻ മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് RMS ടൈറ്റാനിക് അപകടത്തിൽപ്പെടുന്നു. സമയം രാത്രി 11:40. അപായ സൂചനകൾ പലതും കപ്പലിൽ നിന്ന് ഉയർന്നെങ്കിലും ഉടനെയൊന്നും ആർക്കും സഹായിക്കാനായില്ല. ഏകദേശം 2.5 മണിക്കൂറിനുള്ളിൽ കപ്പൽ പൂർണ്ണമായും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കടലാഴങ്ങളിലേക്ക് കൂപ്പുകുത്തി. 1500-ലേറെ ആൾക്കാർ തൽക്ഷണം മുങ്ങി മരിച്ചു. ഇതിനിടയിൽ അപകട സൂചന കണ്ട് എത്തിയ RMS കാർപ്പാത്തിയ എന്ന കപ്പൽ 700-ലേറെ ആൾക്കാരെ രക്ഷിച്ചു. ഒരിക്കലും മുങ്ങില്ല എന്ന മുദ്രാവാക്യവുമായി കടലിലിറങ്ങിയ RMS ടൈറ്റാനിക് എന്ന കപ്പൽ രാജാവ് ആദ്യ യാത്രയിൽ തന്നെ അങ്ങനെ ഓർമ്മയായി. വർഷങ്ങൾക്ക് ശേഷം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ 12500 അടി താഴ്ചയിൽ നിന്നും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഓർമ്മയിൽ എന്നും ഒരു നിധി പോലെ സൂക്ഷിക്കാൻ.